ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. വലിയ സ്ഫോടനമായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവിടെ നിരവധി പേർ ഈ ഒരു സ്ഫോടനത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം. എത്ര പേർ മരിച്ചു എന്നുള്ള കണക്കുകളൊന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് പരിശോധിച്ചു വരികയാണ് എന്നാണ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ നിരവധി പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അമേരിക്കയുടെ ഡിഫൻസിന് ഒക്കെ ഈ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന പ്ലാന്റിലാണ് ഇത്തരത്തിലുള്ളൊരു വലിയ സ്ഫോടനം ഉണ്ടാകുന്ന തരത്തിലേക്ക് പോയത്. എന്താണ് ഈ സ്ഫോടനത്തിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല എന്നുള്ളതാണ്. എന്തായാലും ആ മേഖലയിൽ ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സമീപത്തുള്ള ആളുകളെയൊക്കെ മുഴുവൻ പേരെയും അവിടെ നിന്ന് ഒഴിപ്പിച്ചതിന് ശേഷം ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയൊരു വ്യാപ്തി, ഇത് എത്രത്തോളം വലിയ ദുരന്തമാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പൊടുന്നനെയും ഈ പ്ലാന്റിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ തീ പടരുകയായിരുന്നു. തുടർന്ന് വലിയ ഉഗ്ര ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുകയും അത് മറ്റ് മേഖലകളിലേക്ക് കൂടി പടർന്നു പിടിക്കുകയും ചെയ്യുകയാണ് എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥർ പറയുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒട്ടനവധി പേർ മരണപ്പെട്ടിട്ടുണ്ട് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടുകളുണ്ട്. കൂടുതൽ പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ ആരൊക്കെയാണ് താമസിച്ചിരുന്നത് അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുടുംബാംഗങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അവരുടെ മക്കളെ കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികളുമായി മറ്റ് മാതാപിതാക്കളൊക്കെ രംഗത്ത് വരുന്നുണ്ട്. മറ്റുള്ളവരെ കാണുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചില പരാതികളും ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അതൊക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും ഒരു വ്യക്തമായ ഒരു ചിത്രം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഈ സ്ഫോടനത്തിലേക്ക് നയിച്ചത്? ഏതെങ്കിലും തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണോ ഈ ഒരു അപകടത്തിലേക്ക് വഴിവെച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ പരിശോധനയിലൂടെ ഫോറൻസിക് പരിശോധനയിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ എന്തായാലും അവിടുത്തെ ഈ സമീപ പ്രദേശത്തു നിന്നുള്ള ആളുകളെയൊക്കെ ഒഴിപ്പിച്ചതിന് ശേഷം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഈ ബ്ലാസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. മൃതദേഹങ്ങളൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ കത്തിയമരുകയും ചെയ്തിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ തീ പടരുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു രാത്രിയിലൊക്കെ ഉണ്ടായത്. അതൊക്കെ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഹരി.